മാസപ്പടി വിവാദം, അതായത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ മകളുടെ മേലുണ്ടായ ആ അഴിമതി ആരോപണം, അതുപോലെ മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായ അഴിമതി ആരോപണം, ഇതൊക്കെ ഒരു കാലത്ത് കത്തി നിന്നു ഒരു സമയത്ത് അന്നേ ഞാൻ പറഞ്ഞു ഇതെങ്ങനെയായാലും ഒതുക്കിക്കോളും. ഇതിപ്പോൾ ആദ്യം ഒരു വലിയ കാര്യങ്ങളൊക്കെ കാണിക്കുക, ഏതാണ്ട് ഇപ്പം നടക്കാൻ പോകും, ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. സൂര്യൻ ഉദിക്കുന്നിടം വീണ്ടും കിഴക്ക്, അസ്തമിക്കുന്നിടം വീണ്ടും പടിഞ്ഞാറ് എന്നുള്ള രീതിയിൽ ഇത് പോകുമെന്നുള്ളത് ഞാൻ അന്നേ പറഞ്ഞതാണ്. അത് തന്നെ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതൊരു വലിയ ഒരു 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 ബുദ്ധിമുട്ടായിട്ട് പ്രധാനമന്ത്രിക്ക് തന്നെ മാറിയിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രി അന്ന് ഇവിടെ വന്നപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞെങ്കിൽ പോലും ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ ബാക്കി കുറേ കാര്യങ്ങളുമൊക്കെ പറഞ്ഞിട്ടങ്ങ് പോയി. ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ശ്രീ സുരേഷ് ഗോപി മത്സരിക്കുന്ന മണ്ഡലം തൃശ്ശൂർ, അവിടെ ആണല്ലോ കരുവന്നൂർ ബാങ്കൊക്കെ വന്നപ്പോൾ അത് വന്നപ്പോൾ ബാങ്കിൻ്റെ കാര്യം, അത് ഇവിടുത്തെ അതിലെ അഴിമതി, അതിനകത്ത് ഇത്രയും നാളായിട്ട് സെൻട്രൽ ഗവൺമെൻറ് എന്തോ ചെയ്തെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അത് കയറി അടയിരിക്കല്ലേ, അല്ലാതൊന്നും ചെയ്തില്ലല്ലോ. അത് ഈ PMLA-യുടെ ഇതുണ്ടെന്ന് പറഞ്ഞു, ഉണ്ടെങ്കിൽ എന്താ ഇതുവരെ കാര്യമായ നടപടിയെടുക്കാഞ്ഞത്? ഒന്നും എടുത്തില്ല. ഇനി അതിൽ കുറേ പണം അവർക്ക് പിടിച്ചു വച്ചിട്ടുണ്ട്. ഇപ്പോൾ അതേതായാലും നിക്ഷേപകർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അത് നല്ല കാര്യമാണ്. അത് അത് പിന്നെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അത് നിക്ഷേപകർക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അത് നമ്മുടെ പ്രധാനമന്ത്രി പറയേണ്ട കാര്യമൊന്നുമില്ല, കൊടുക്കുമെന്ന്. കൊടുത്തേ പറ്റൂ, വേറെ മാർഗമൊന്നുമില്ല. അത് ഞങ്ങൾ കൊടുക്കും എന്ന് പറയേണ്ട കാര്യമില്ല, കൊടുത്തേ ഒക്കുള്ളൂ. ഈ പിന്നെ അടുത്തതായിട്ട് പെട്ടെന്ന് ഇപ്പോൾ ED SFIO അന്വേഷിച്ച് പോയ ഒരു മാറ്ററാണ്. അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച് പോയി. അപ്പോൾ അത് അവരന്വേഷിച്ച് പോയ കേസ് എങ്ങനെ ED ഏറ്റെടുത്തു എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. കാരണം SFIOയ്ക്ക് ഇതുപോലെ കേസ് കൊടുക്കാനോ പ്രോസിക്യൂട്ട് ചെയ്യാനോ ഒന്നും ഉള്ള അധികാരമില്ല. അവർക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് അന്വേഷിക്കാം, ആ സീരിയസ് ഫ്രോഡ് എന്താണെന്ന് അന്വേഷിക്കാം. അന്വേഷിച്ചതിന് ശേഷം അത് ഇപ്പം മണി ലോണ്ടറിങ്ങോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇത് കണ്ടുകൊണ്ട് അതിനകത്ത് അല്ലെങ്കിൽ ആ ഫ്രോഡ് എന്താണെന്ന് വെളിവാക്കിയിട്ട് ഈ ഒരു റിപ്പോർട്ട് കൊടുക്കാം ഗവൺമെൻറ്റിന്. അതാ ചെയ്യുന്നത് കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രി, അവർക്ക് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് റിപ്പോർട്ട് കൊടുക്കാം. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിക്കും ഇത് എങ്ങോട്ട് പോകണം, എന്ത് കൊടുക്കണമെന്നുള്ളത്. CBI അന്വേഷണം വേണോ, അതോ വേണ്ടോ, അതോ ഒന്നും അന്വേഷിക്കേണ്ടായോ, അതല്ലെങ്കിൽ ED അന്വേഷിക്കണോ എന്നൊക്കെ തീരുമാനിക്കും. ഇതിലെന്ത് റിപ്പോർട്ട് കൊടുത്തെന്നുള്ളതും വ്യക്തമല്ല. ആ റിപ്പോർട്ടൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല, നമുക്കറിയില്ല എന്താണെന്ന്. റിപ്പോർട്ട് കൊടുത്തു എന്ന് പോലും അറിയാൻ വയ്യ. ഇതിൽ നിന്ന് ഊഹിക്കുന്നത് ഇപ്പോൾ ED ഇത് പൊടി തട്ടിക്കുടഞ്ഞ് എണീറ്റ് വീണ്ടും എഴുന്നേറ്റ് വരുന്നു. കാരണം മിണ്ടാതായതാണ്. ആ മിണ്ടാതായി ED ഒന്നും അനങ്ങുന്നില്ല എന്നുള്ള ഒരുപാട് വലിയ ആക്ഷേപവും ആരോപണങ്ങളും വന്നു. അത് ഇലക്ഷന് ചിലപ്പോൾ അതൊന്ന് തിരിച്ചടിച്ച് കളയും എന്നുള്ള ഒരു പേടിയുണ്ട്. അപ്പോൾ അതൊക്കെ ED ഡീപ്പ് സ്ലംബർ, അതായത് ദീർഘമായ ആഴമുള്ള ഉറക്കത്തിൽ നിന്ന്, അഗാധതയിലേക്കുള്ള ഉറക്കത്തിൽ നിന്ന് അതൊക്കെ തട്ടിക്കുടഞ്ഞ് എണ്ണീച്ച് വന്ന് ഇവിടെ എന്തോ ഏതാണ്ടൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ള രീതിയിൽ ഏതോ ഒരു കാര്യം ഇപ്പോൾ കേസെടുക്കാനും അത് ഇതിനുമൊക്കെ തുടങ്ങിയിട്ടുള്ളതെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇതും എൻ്റെ അഭിപ്രായത്തിൽ എന്തെന്നറിയോ, ഈ ആരംഭശൂരത്വം കാണിച്ചിട്ട് ഇത് അങ്ങ് നിർത്തും. കാരണം ജനങ്ങളുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആളുകൾക്കുള്ളത് മറക്കാനുള്ള കഴിവാണ്. അല്ല, മറന്നുപോകും, എല്ലാവരും മറന്നുപോകും, എല്ലാ കാര്യങ്ങളും മറന്നുപോകും. അല്ലെങ്കിൽ ഈ ഇലക്ഷൻ ഓർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇന്ത്യ ഇന്ന് വരെ കണ്ടേക്കുന്ന ഏറ്റവും വലിയ അഴിമതിയായ ഇലക്ട്രൽ ബോണ്ടിലൂടെ ഇത്രയും ആയിരക്കണക്കിന് കോടികൾ, 7000 ഇഷ്ടം കോടികൾ വാങ്ങിയെടുത്തേക്കാണ് ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വാങ്ങിയെടുത്ത്. ഇത് വാങ്ങിയെടുത്തേക്കുന്നത് എങ്ങനെയാ? 41 കോർപ്പറേറ്റ്സ് കമ്പനികളെന്ന് പറയുന്നവർ അന്വേഷണം നേരിടുന്ന ED അന്വേഷണമോ അല്ലെ CBI അന്വേഷണമോ നേരിടുന്ന 41 കമ്പനികൾ അത് കൊടുത്തേക്കാണ്, പണം കൊടുത്തേക്കാണ്. ആ 41 കമ്പനികൾ പണം കൊടുത്താൽ അവർക്ക് വേറെ നടപടിയൊന്നുമില്ല. അത് ഇന്ന് 2700 കോടി രൂപ കണ്ടാണ് അവർ BJPക്ക് ഈ 41 കമ്പനികൾ കൊടുത്തേക്കുന്നത്. ചില കമ്പനികൾ കൊടുത്തേക്കുന്നത് എന്താണ്, അവർക്ക് 2 കോടി രൂപ ലാഭമുള്ളവൻ കൊടുത്തേക്കുന്നത് എത്ര, 40 കോടി രൂപയാണ്. അപ്പോൾ അവിടെ തന്നെ കള്ളത്തരമല്ലേ. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നു ശ്രീമതി വീണ വിജയൻ വാങ്ങിയെടുത്ത പണം ഒരു സേവനത്തിനും അല്ലാത്തത് കൊണ്ട് അത് PMLA മണി ലോണ്ടറിങ് ആകും എന്ന് പറയുന്ന ന്യായം ഇവിടെ ആപ്ലിക്കബിൾ ബാധകമല്ലേ? കാരണം ഈ 2 കോടി രൂപ ലാഭമുള്ള കമ്പനി 40 കോടി രൂപ കൊടുക്കുമ്പോൾ അത് മണി ലോണ്ടറിങ്ങിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അത്, ഈ പറയുന്ന പ്രിൻസിപ്പിളാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്താ അവർക്കെതിരെ എന്താ അന്വേഷണം നടത്താത്തത് ED? ഇപ്പോൾ ഇൻകം ടാക്സിനെ കുറിച്ച് ആദ്യം ഒരു നോട്ടീസ്, അത്
അതായത് പണ്ട് ഈ വി ഡി രാജപ്പൻ എന്ന് പറയുന്ന അയാളുടെ, അത് വി ഡി രാജപ്പൻ്റെ ആണോ അതോ ഏതോ ഒരു 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 കോമഡി പ്രോഗ്രാം ഞാൻ കാണാനിടയായിട്ടുണ്ട്. അതിനകത്ത് ആരുടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതിനകത്ത് കപ്പല് ഒരു ചോദ്യം ചോദിക്കുക, ഒരാളെ, അതായത് കപ്പിത്താനായിട്ടുള്ള ഇൻ്റർവ്യൂ നടക്കുക. അപ്പം കാറും കോളും നിറഞ്ഞ അന്തരീക്ഷം വന്നു, പേമാരി, ഭയങ്കര വളരെ കൊടുങ്കാറ്റ്, ഇതെല്ലാം കടലിന് അടുക്കടിച്ചു. നിങ്ങൾ കപ്പൽ വട്ടം കറങ്ങാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഞാനൊരു നങ്കൂരം ഇടും കേട്ടോ. ആ, അപ്പോൾ അടുത്തത്, അതായത് വീണ്ടും ഇത് അങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കപ്പലിന് നിയന്ത്രിക്കാൻ ഒക്കുന്നില്ല, കപ്പൽ അവിടെ അതിൽ നിൽക്കുന്നില്ല. അപ്പം ഞാൻ വീണ്ടും ഒരു നങ്കൂരം ഇടും എന്ന് പറഞ്ഞ് ഇതെല്ലാം എന്ത് ചോദിച്ചാലും അവസാനം പറയുന്നത് ഒരു നങ്കൂരം ഇടുമെന്നാണ്. ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് പോലാണ് ഇൻകം ടാക്സിൻ്റെ ഒരു നോട്ടീസ് ആദ്യം. പണ്ട് ഈ കൊച്ചുനാളിൽ കിടന്നുറങ്ങിയപ്പോൾ പായി മൂത്രം ഒഴിച്ചതിന് ഒരു ടാക്സ് ഒന്ന്, അതിൻ്റെ എല്ലാ പെനാൽറ്റിയും എല്ലാം കൂടെ ചേർത്ത് ഒക്കാത്ത അവർക്ക് വഹിക്കാത്ത അവരുടെ പണമൊന്നുമില്ല, കോൺഗ്രസിൻ്റെ കയ്യിലൊന്നുമില്ല, അതൊരു നോട്ടീസ്. പിന്നെ അത് ആശ്വസിച്ചിരുന്നു, അതിനെങ്ങനെയെങ്കിലും മറുപടിയൊക്കെ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി അടുത്തത് ഇന്ന പീരീഡിലേക്കുള്ളതിൻ്റെ ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞ് അടുത്ത നോട്ടീസ്, അടുത്ത നങ്കൂരം. ഇനി അവസാനം ഇപ്പോൾ വന്നേക്കുന്നത് എന്താ? വീണ്ടും 2021 ഇത്ര കൊടുക്കാണ്ട്. ഇവർ വാങ്ങിയെടുത്തേക്കുന്ന പണത്തിനേ ഉള്ളൂ ഈ ടാക്സ് ഉള്ളത്. ബി ജെ പിക്ക് കിട്ടിയ പണത്തിന് ടാക്സ് ഒന്നുമില്ല. അത് ഇൻകം ടാക്സുകാരെ അറിഞ്ഞൂടാ. ഇൻകം ടാക്സുകാർ സ്ലംബർ, അതായത് അഗാധമായ ഉറക്കത്തിൽ നിന്ന് അവരൊന്ന് ഉണരണം. കാരണം ബി ജെ പിക്ക് കിട്ടിയ പണത്തിന് ഈ ടാക്സ് വരുമല്ലോ. അവർ കൊണ്ടുവന്നോട്ടോ ടാക്സ്, കൊടുക്കുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. അതൊന്ന് വെളിവാക്കണ്ടേ? ഈ കൊടുക്കുന്നില്ലെങ്കിൽ അതിന് ടാക്സ് വാങ്ങിയെടുക്കണ്ടേ? അതായത് ഇന്ത്യൻ നിയമങ്ങൾക്ക് നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ പണം വാങ്ങിയപ്പോൾ, ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം സമാഹരിച്ചപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടപ്പോൾ ഈ കൊടുത്തവനും വാങ്ങിയവനും ഇതിന് ടാക്സ് കൊടുക്കണം. അത് ഉറപ്പാണല്ലോ അത്രയും ടാക്സ് കൊടുക്കണമെന്ന്. അപ്പോൾ ഇവരത് കണക്കൂട്ടി പറയുന്നുണ്ട് 4700 കോടി രൂപ ബി ജെ പി കൊടുക്കാനുണ്ട്, അത് ചോദിക്കുന്നില്ലെന്ന്. ശരിയാണ്, ഇത് ജനങ്ങൾക്ക് തോന്നത്തില്ലേ? അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എന്താ? അപ്പോൾ നോക്കിയപ്പോൾ കോൺഗ്രസിനെ മാത്രം പിടിച്ചു കഴിഞ്ഞിട്ട് ഇലക്ട്രൽ ബോണ്ട് ഒന്നും വാങ്ങാതിരുന്നതാണ് ഇടതുപക്ഷ കക്ഷികളും മുസ്ലിം ലീഗും. അവരെ കൊണ്ട് പ്രയോജനമില്ല എന്ന് കണ്ടുകൊണ്ടായിരിക്കും ഇത് ആരും കൊടുക്കാത്തത്, ഇലക്ട്രൽ ബോണ്ട് അവർക്ക്. എന്തായാലും ശരി, ഏതായാലും അവർക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്കും കിട്ടിയിട്ടുണ്ട് 15 കോടി രൂപ ഏതാണ്ട് അടയ്ക്കാൻ. അവരുടെ ഈ ചിലപ്പോൾ പണമൊക്കെ കാണും, അടയ്ക്കുമായിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഒരു സംസ്ഥാനത്തെങ്കിലും ഇവിടെ കാര്യമായ ഭരണത്തിലുണ്ട്, ഇവിടെ നല്ല നല്ല ഒന്നാന്തര അഴിമതിയിലൂടെ പണമൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കാരണം അവരുടെ ചിലപ്പോൾ കണ്ടേക്കും. CPI അവർക്ക് നോട്ടീസ്, അവർ എവിടുന്ന് കൊടുക്കാനാണ്? ഇതേപോലെ ഓരോ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ED കാണിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഇവിടെ ഇപ്പോൾ പൊടി തട്ടിക്കുടഞ്ഞ് വീണ്ടും അന്വേഷണം, അതായത് ഈ അഴിമതി ആരോപണങ്ങളിലേക്കുള്ള അന്വേഷണം, മണി ലോണ്ടറിങ്ങിലേക്കുള്ള അന്വേഷണം എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഇത് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇത് ഏപ്രിൽ 26 ഇതെല്ലാം അസ്തമിക്കും. ഈ സംഭവം ഇത് കഴിയും. ഏപ്രിൽ 26 കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കും അസ്തമിക്കുന്നത് പടിഞ്ഞാറുമായിട്ട് മാറും. തീർന്നു. അതല്ലാതെ വീണ്ടും ഒന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ. അതിൻ്റെ ഉള്ള ഒത്തുതീർപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. ഏതായാലും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.